സുപ്രീം കോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാനെ മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഹാരിസ് ബീരാന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും അടക്കമുള്ള നേതാക്കൾക്ക് ഈ തീരുമാനത്തിൽ വിയോജിപ്പുള്ളതായാണ് റിപ്പോർട്ട്. ഡൽഹിയിലെ KMCC നേതാവ് കൂടിയാണ് ഹാരിസ് ബീരാൻ. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഗൾഫ് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. അതേസമയം ഹാരിസ് ബീരാനെ പരിഗണിക്കുന്നതിൽ യൂത്ത് ലീഗ് നേതൃത്വത്തിനും പ്രതിഷേധമുണ്ട്. ഇത്തവണ രാജ്യസഭയിലേക്ക് പുതുമുഖങ്ങളെ അയക്കുമെന്നായിരുന്നു സാദിഖ് അലി തങ്ങൾ പറഞ്ഞിരുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് എന്നിവരുടെ പേരാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ യൂത്ത് ലീഗിന് സീറ്റ് ലഭിച്ചേക്കില്ല എന്നാണ് പുതിയ വിവരം. ഹാരിസ് ബീരാന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് PMA സലാമാണ്. കുഞ്ഞാലിക്കുട്ടിക്കും സലാം രാജ്യസഭയിൽ എത്തുന്നതിനാണ് പ്രത്യേക താല്പര്യം. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ആദ്യം ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും അദ്ദേഹം താല്പര്യമില്ലെന്ന് അറിയിക്കുകയായിരുന്നു. ഏതായാലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. PMA സലാമിനെ രാജ്യസഭയിലേക്ക് അയച്ചാൽ EK വിഭാഗവുമായുള്ള തർക്കത്തിന് പരിഹാരം കണ്ടെത്താമെന്ന ഫോർമുലയാണ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനുള്ളത്. സലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നതാണ് EK വിഭാഗത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. രാജ്യസഭയിലേക്ക് അയച്ചാൽ ഇതിന് രമ്യമായ പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. രാജ്യസഭാ സീറ്റ് യൂത്ത് ലീഗിന് അനുവദിക്കണമെന്ന് PK ഫിറോസ് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റിപ്പുറത്തു നിന്നുള്ള നേതാവ് CP ബാവ ഹാജിയുടെ പേരും പട്ടികയിലുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ബാവ ഹാജി. നേരത്തെ 3 ലോക്സഭാ സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് അനുവദിക്കാനാകില്ല എന്നും അടുത്ത ഒഴിവിൽ രാജ്യസഭയിലേക്ക് പരിഗണിക്കാമെന്നുമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ച വാഗ്ദാനം. ഈ സാഹചര്യത്തിലാണ് ലീഗിന് രാജ്യസഭയിലേക്ക് അവസരം ലഭിച്ചത്. കേരളത്തിലെ 2 ലോക്സഭാ സീറ്റിലും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ ലീഗിന് സാധിച്ചിരുന്നു. തമിഴ്നാട്ടിലെ ഒരു സീറ്റിലും മുസ്ലിം ലീഗ് വിജയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനിയുടെ ലീഡ് 2 ലക്ഷമാണ് കുതിച്ചു ഉയർന്നത്. ലീഗ് കേന്ദ്രങ്ങളിലും ഇത് ആശ്ചര്യമുണ്ടാക്കിയിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ മുസ്ലിം ലീഗും സമദാനിയും പ്രധാന ആയുധമാക്കിയതോടെ ജനം ഏറ്റെടുത്തു എന്ന് വേണം കരുതാൻ. BJPയും നരേന്ദ്രമോദിയും ദേശീയ തലത്തിൽ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിൽ ആശങ്കയും ശക്തമാണ്. ഇത് തന്നെയാണ് UDF പ്രചരണ ആയുധമാക്കിയത്. ഇവിടെയാണ് ഹംസയേക്കാൾ കേമൻ സമദാനി തന്നെ എന്ന നിഗമനത്തിലേക്ക് വോട്ടർമാർ എത്തിയതും. CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ CPM പ്രചരണ ആയുധമാക്കിയിരുന്നു. കേരളത്തിൽ CAA നടപ്പാക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളും ഫലം കണ്ടില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ കൈകൾക്ക് കരുത്തു പകരുകയാണ് വേണ്ടത് എന്ന UDF പ്രചരണം വോട്ടർമാർ ശരിവെച്ചു എന്നാണ് വോട്ടെണ്ണി കഴിയുമ്പോൾ വ്യക്തമായത്. CAA വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് റോളില്ലെന്നും കോടതിയിൽ പോരാടുന്നത് തങ്ങളാണെന്നുമുള്ള ലീഗ് പ്രചരണവും ജനം വിശ്വാസത്തിലെടുക്കുകയായിരുന്നു.